ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ നിലമ്പൂരിലേക്ക് പോയിട്ടുണ്ടേനി കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ പോയിട്ടുണ്ടേനി. ഹസ്ബൻഡ് ജോലി ചെയ്യണത് ഇപ്പോൾ അവിടെ നിലമ്പൂരാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കാനുണ്ടേനി. അപ്പോൾ ബൈക്കിലായിട്ട് പോയിത്. മൂപ്പർക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് കാരണം ഇന്നും കൂടെയും കൂട്ടിയിട്ടുണ്ടേനി കേട്ടോ. വേറെ ചെക്കന്മാരൊക്കെ വിളിച്ച് നോക്കി, പക്ഷെ എല്ലാവരും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ടൂറിലായിരുന്നു കേട്ടോ. നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഇന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ പിന്നെ ഞാൻ തന്നെ പോയി കൊടുക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി രാവിലെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ തേക്ക് മ്യൂസിയത്തിലൊന്ന് കയറണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് വൈറ്റമിൻ്റെ ഒരു പുതിയ ഷോപ്പ് ഇവിടെ നിലമ്പൂരിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ്, അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് നമ്മൾ തിരിച്ച് വരുമ്പം അവിടെ കയറിയിട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ കൊണ്ടോട്ടിയിലുള്ള വൈറ്റമിൻ കോർണറിൻ്റെ അതേ സെറ്റപ്പിൽ തന്നെയാണ് കേട്ടോ ഇവിടെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കൊണ്ടോട്ടിയിലുള്ള വൈറ്റമിനിൽ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് കാലം ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെ എന്താണെന്നൊക്കെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയതേന് കേട്ടോ. അപ്പം എന്താ പറയുക, യാദൃശ്ചികമായിട്ട് അതിൻ്റെ മുതലാളി ഹമീദാക്ക അവിടെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ മൂപ്പരെ കണ്ട് ഹസ്ബൻഡ് കുറേ ആയിട്ടോ അവരെ കണ്ടിട്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ മൂപ്പര് ഒരു നിലക്കും നമ്മളെ വിടണില്ല കേട്ടോ. ഇപ്പം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഫുഡ് റെഡിയാവുമെന്നും പറഞ്ഞിട്ട് 12 മണിക്കാണ് അവിടെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നിൽക്കി ഫുഡ് കഴിച്ചിട്ട് പോവാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ പിടിച്ച് വെച്ചിട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ബീഫ് മന്തി ആയിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ. മൂപ്പര് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ പറഞ്ഞിനി ബീഫ് കണ്ടാലൊരു പാറക്കല്ല് പോലെ തോന്നും, പക്ഷേ ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ നമ്മൾ എന്താ പറയുക, ബീഫ് ഇതാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ തൊട്ടപ്പോത്തിന് ഇങ്ങനെ പൊടിഞ്ഞു പോരുന്ന രീതിയിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മന്തി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് 12 മണിൻ്റെ ശേഷമാണ് ഇവിടെ സ്റ്റാർട്ടിങ്. അപ്പോൾ പിന്നെ നമ്മൾ മൂപ്പരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ഇനി. അപ്പോൾ എന്താ പറയുക, അവൽ കുറേ കാലത്തിന് ശേഷം കണ്ടതാണ്. എത്ര സംസാരിച്ചിട്ടും അവൾക്ക് എന്താ പറയുക സംസാരം തീർന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഹസ്ബൻഡിനോട് വീണ്ടും ഇവിടെ തന്നെ റീജോയിൻ ചെയ്യാനൊക്കെ പറയാണ് കേട്ടോ മൂപ്പര്. അപ്പോൾ എന്തായാലും അമിതാക്കാനോട് നമ്മൾ യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി മക്കളൊക്കെ ഇനി വീട്ടിലെത്തിയിട്ട് വേണം എൻ്റെ വീട്ടിൽ പോയി കൂട്ടാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.